ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ ഹൽവയാണ്. അതിൻ്റെ റെസിപ്പി അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഏലക്കയും പഞ്ചസാരയും ആദ്യമായിട്ട് കുറച്ച് ഒന്ന് പൊടിച്ചെടുക്കുക. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരൽപ്പം ഉണക്കമുന്തിരി, 3/4 കപ്പ് പഞ്ചസാര, വെള്ള എള്ള്, നുറുക്കിയ കശുവണ്ടി, ഇനി കുറച്ച് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തത്. 3 കപ്പ് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്താണ് നമുക്ക് വേണ്ടത്. അതിൽ 1/2 കപ്പ് മാറ്റി വയ്ക്കുക. ബാക്കി 2.5 കപ്പ് നല്ലപോലെ അരച്ചെടുക്കുക. ആ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ കഴിക്കാൻ നേരത്തെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളുടെ കശുവണ്ടി അതിലേക്ക് ഇട്ട് ഒരു 1 മിനിറ്റോളം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി ബാക്കിയുള്ള ഉണക്കമുന്തിരി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതും ഈ പറഞ്ഞ പോലെ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തത് ഈ സമയം നമ്മൾ ഹൈ ഫ്ലെയിമിലിടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിലോട്ട് ചേർക്കുക. ഹൽവ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം മിക്കപ്പോഴും ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 3/4 കപ്പ് പഞ്ചസാര ചേർക്കുക. ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് പഞ്ചസാര പിന്നെ വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3/4 കപ്പ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾക്ക് മധുരം അധികം വേണ്ട, എന്നാലും അത് ആപ്റ്റായിരുന്നു. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ പിന്നെയും ചേർക്കുന്നുണ്ട്. നെയ്യും അതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കും. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് അതൊന്ന് കുറുക്കിയെടുക്കുക. ഇനി നമ്മളുടെ പാനിലേക്ക് അത് മുഴുവനായിട്ട് ഒഴിക്കുക. ഇനി തുടർച്ചയായിട്ട് പിന്നെയും ഇളക്കുക. കുമ്പളങ്ങയിൽ നമ്മൾ ഓൾറെഡി അത് നല്ല രീതിക്ക് വെള്ളമുള്ളൊരു വെജിറ്റബിളാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം വേറെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഇതിലോട്ട് ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഒരല്പം നെയ്യ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. വീണ്ടും അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ട് അതിലൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ നമുക്ക് അത് മനസ്സിലാവും, അത് നേരത്തെ പോലെയല്ല, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളൊരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് അത് നല്ലപോലെ ചുറ്റിനൊന്ന് പുരട്ടിയെടുക്കുക. നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് വെള്ള എള്ള് നല്ലപോലെ പുറത്ത് തൂക്കി കൊടുക്കുക. ഇനി നമ്മൾ പാനിൽ ചൂടാക്കിയെടുത്ത ആ ഹൽവയുടെ ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്.
നിങ്ങൾക്ക് ഇന്ന കണ്ടെയ്നർ തന്നെ വേണം എന്നൊന്നുമില്ല, ഏത് കണ്ടെയ്നർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ നെയ്യ് പുരട്ടുന്നത് ഈ 2 മണിക്കൂർ നമ്മളിത് അനക്കാതെ വെക്കണം. അതിനുശേഷം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടുന്നത്. ഇതിന് പുറത്തും നമ്മളൊരല്പം നെയ്യൊന്ന് തേച്ച് പിടിപ്പിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കശുവണ്ടി ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് ഏകദേശം 2 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. 1 മുതൽ 2 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം. വേറെ നമ്മൾ വെള്ളത്തിലിറക്കി വയ്ക്കുകയോ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തനിയെ ചൂടാറി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ബാക്കി വന്ന കാഷ്യൂനട്ട് നമ്മൾ പൊടിച്ചത് അതിൻ്റെ മീതെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ ഒരു ഷേപ്പിലായിരിക്കും അത് വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.